CPIM അംഗത്വം പുതുക്കുന്നില്ല എന്നാണ് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ അവഗണന സഹിച്ച് തുടരാനാകില്ല എന്ന് പറയുകയാണ്. MP ഗോവിന്ദന്റെ പരാമർശത്തിലും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയുടെ നിലപാടുകളിലും വലിയ വിയോജിപ്പ്, പലതരത്തിലുള്ള പല ഘട്ടങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള നടപടികളിലൊക്കെ വിയോജിപ്പ് അറിയിക്കുന്നുണ്ട്. ആലപ്പുഴ DCCയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. തന്റെ 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷമാണ് ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു തവണ പോലും CPIM ജില്ലാ സെക്രട്ടറി എങ്ങനെയാണ് കാര്യങ്ങളെന്നത് അന്വേഷിച്ചിട്ടില്ല. ഒപ്പം 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള തനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം അത് ആചരിക്കുമ്പോഴും അതിൽ പങ്കെടുത്ത ഒരേ ഒരാളെന്ന നിലയിൽ തന്നെ പങ്കെടുപ്പിച്ചില്ല തുടങ്ങി വലിയ കാര്യങ്ങൾ, വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെയും വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അംഗത്വം പുതുക്കാനില്ല എന്ന് ജി സുധാകരൻ അറിയിക്കുന്നത്. അശ്വിൻ, വിശദാംശങ്ങൾ എന്താണ്? രൂക്ഷ വിമർശനം ഒരിക്കൽ കൂടി ഉന്നയിക്കുകയാണ് ജി സുധാകരൻ. അനുജ, തീർച്ചയായും പലകുറി പാർട്ടി നേതൃത്വത്തിന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആർ നാസറിനെതിരെയും ഇതിനു മുമ്പ് പലകുറി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടുന്നു, ഒപ്പം പല പരിപാടികളിലും സർക്കാർ പരിപാടികളിൽ പോലും തന്നെ അവഗണിക്കുന്നു എന്നുള്ളതൊക്കെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരായ രൂക്ഷ വിമർശനം അത് സമീപകാലത്ത് ആദ്യമായാണ് ജി സുധാകരൻ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ നൽകിയ മറുപടിയാണ് അദ്ദേഹം ആ മറുപടിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ വിമർശനമെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. അത് പരിഹാസമാണ് എന്നുള്ളതാണ് ജി സുധാകരൻ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഒപ്പം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പരാമർശം. ഒപ്പം ഈ ഒരു ശരിയല്ലാത്ത പ്രയോഗം എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ആ പ്രയോഗത്തെ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ജി സുധാകരൻ പലപ്പോഴായി പരസ്യമായി തന്നെ പലയിടത്തും തുറന്നു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോടക്കം പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലടക്കം തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇത്തവണ പരിഗണനയുണ്ടാകും, മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയായിരുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറി അടക്കം ആ കാര്യത്തെ പൂർണ്ണമായും തള്ളിയതോടെയാണ് കടുത്ത അതൃപ്തി ജി സുധാകരൻ ഇപ്പോൾ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി CPIM-നൊപ്പം നിലകൊള്ളുന്ന മുതിർന്ന നേതാവാണ്. ഈ 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയിൽ അദ്ദേഹം ഇതുവരെ അംഗത്വം പുതുക്കാനുള്ള അപേക്ഷ നൽകിയിട്ടില്ല എന്നുകൂടി ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ലെവി വരിസംഖ്യയും അടച്ചിട്ടില്ല. എല്ലാ വർഷവും കൃത്യമായി മാർച്ച് മാസം 1-ാം തീയതി ഈ ലെവി അദ്ദേഹം അടയ്ക്കാറുണ്ട്. മെമ്പർഷിപ്പ് പുതുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാറുണ്ട്. 6500 രൂപ അദ്ദേഹം അടയ്ക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അതിന് തയ്യാറായിട്ടില്ല. ബ്രാഞ്ച് കമ്മിറ്റിയിലെ ആളുകൾ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജി സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നെങ്കിലും അതിന് അദ്ദേഹം അന്ന് തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ ഇത് പുതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ, പാർട്ടി പ്രവർത്തകർ, പാർട്ടി ബ്രാഞ്ച് നേതൃത്വത്തെ അദ്ദേഹം വീട്ടിൽ നിന്ന് മടക്കി അയച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കൂടി അതിരൂക്ഷ വിമർശനം നടത്തി അദ്ദേഹം നിലപാട് കടുപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കടുത്ത സമ്മർദ്ദ തന്ത്രം കൂടിയാണ് ഇത് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ സ്ക്രൂട്ടണി നടക്കാൻ ഇനി 6 ദിവസം കൂടിയുണ്ട്. 10-ാം തീയതി വരെ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള സമയമുണ്ട്. CPIM-ന്റെ നിലവിലെ രീതി അനുസരിച്ച് സ്ക്രൂട്ടണി നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ആളുകളെ വിളിച്ചു വരുത്തി മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം നൽകാറുണ്ട്. അത്തരത്തിലൊരു സാവകാശം ഇനിയും ജി സുധാകരന് മുന്നിലുണ്ട് എന്നിരിക്കെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്ന പാർട്ടി ഒരു സമ്മർദ്ദ തന്ത്രം എന്നോണം ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഈ കടുത്ത വിമർശനത്തിന് പിന്നാലെ ഇനി എന്താണ് അദ്ദേഹം പറയാനിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. നേരത്തെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാനെതിരെ അടക്കം അതിരൂക്ഷ വിമർശനം പല കാലങ്ങളിലായി അദ്ദേഹം നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി കടുത്ത് അല്പം കൂടി കടന്ന് അദ്ദേഹം വിമർശിക്കുകയാണ്. അത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആർ നാസറിനെതിരെ, ജില്ലാ സെക്രട്ടറിക്ക്
എതിരെ അദ്ദേഹം പറയുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് എത്തിയ ശേഷം തന്നെക്കുറിച്ചൊന്നും അന്വേഷിക്കുക പോലും ജില്ലാ സെക്രട്ടറി ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ജി സുധാകരന്റെ പ്രതികരണത്തിനുള്ള ജി സുധാകരൻ എന്താണ് പറയാനുള്ളത് എന്നത് ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കും. കുറച്ചുകൂടി വ്യക്തതയോടെ കാര്യങ്ങൾ പറയുമെന്നാണ് നമ്മൾ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.